ഇന്ത്യ 250, മറ്റുള്ളവർ 23. വീണ്ടും NDA താഴേക്ക് പോവുകയാണ്, 270ലേക്ക് എത്തുന്നു. NDA മുന്നണിക്ക് പോലും കേവല ഭൂരിപക്ഷമില്ല. ഉത്തർപ്രദേശും ബംഗാളും നിർണായകമായ പങ്ക് വഹിക്കുന്നു. UP ആണ് 977 കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിച്ചത്. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി നിൽക്കുന്നത് 42 സീറ്റുകളുടെ ലീഡ് നിലയുമായാണ്. അവിടെയാണ് ഇത് സംഭവിച്ചത്. രാഹുൽ 2 ലക്ഷം സിംഗിൾ എഞ്ചിനെങ്കിലും കൊണ്ടുപോകാൻ ആർക്ക് കഴിയും? ഇത്തവണ പുറത്തു നിൽക്കുന്ന അതേ 23 പേർ അത് കുതിരക്കച്ചവടത്തിന്റെ നാളുകൾ കടന്നെത്തുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ കർണാടകത്തിലും ആന്ധ്രയിലും കൂടെ കോൺഗ്രസ് ഒന്ന് മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സുഖമായി മേലെ പോകാൻ കഴിയുമായിരുന്നു. ഒരു പക്ഷേ ഇന്ത്യ മുന്നണി കുറെ കൂടെ ഹോംവർക്ക് ചെയ്തിരുന്നുവെങ്കിൽ, നേരത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു വിജയം ലക്ഷ്യമാക്കി പോയിരുന്നുവെങ്കിൽ, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഒരു പക്ഷേ നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള തോന്നൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത്. അതിലിപ്പോ ഉത്തർപ്രദേശിലെ ജനത BJPയോട് പറയുന്നത് താനാശാഹി नहीं चलेगी, नहीं चलेगी, नहीं चलेगी, तानाशाही नहीं चलेगी എന്ന് പറയുകയാണ്. ഇത് നിരക്ഷര കുക്ഷികൾ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഉത്തരേന്ത്യൻ ജനത ഒരു ഏകാധിപത്യത്തിന് കൊടുക്കുന്ന മറുപടിയാണ് എന്ന് എഴുതി വയ്ക്കണം. വലിയ തിരിച്ചടി റൗട്ട് സംഭവിക്കുന്നു ഉത്തർപ്രദേശിൽ BJPക്ക്. 10 വർഷം ഒരു നിർണായക കാലമാണ്. ആ കാലം കൊണ്ട് ഇന്ത്യയിലെ ജനത ജനാധിപത്യത്തിന്റെ വഴിയിൽ മാറ്റി എഴുതിയ പല അധികാര വ്യവസ്ഥകളുണ്ട്. അതിലൊന്നായി മാറുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 271 സീറ്റുകൾ ഇന്ത്യ ലീഡ് ചെയ്യുന്നു, 250 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു. 862 വോട്ടുകൾക്ക് നിലയിൽ ഒരു സീറ്റിലേക്ക് വീണ്ടും വീണിരിക്കുകയാണ്. 17 ഇടത്ത് UDF, 2 ഇടത്ത് കൗതുകത്തോടെ നോക്കുന്നത് ഈ ടാലിയിൽ കോൺഗ്രസിന് 95, ഇനി 100 ആകുമോ എന്നുള്ള. കോൺഗ്രസിന് 3 അക്കം കടക്കണമെങ്കിൽ അടൂർ പ്രകാശിന്റെയും ശശി തരൂരിന്റെയും 2 സീറ്റുകൾ നിർണായകമാണ്. യുപിയിൽ ഞാൻ നേരത്തെ നോക്കിയപ്പോ ഒരു സീറ്റിൽ മാത്രം, 8 സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമേ 10,000-ൽ താഴെ വോട്ടുകൾക്ക് അല്ലെങ്കിൽ ലീഡ് നില 10,000-ൽ താഴെ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ കോൺഗ്രസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് 30,000, 40,000, 79,000, 1,40,000. എനിക്ക് തോന്നുന്നു ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ 2 ലക്ഷം ലീഡ് കടന്നു. അങ്ങനെ UPയിൽ വളരെ ശക്തമായ നിലയിലാണ് കോൺഗ്രസ് മുന്നേറുന്നത്. ശരിക്കും പറഞ്ഞാൽ NDAയുടെ മുദ്രാവാക്യം നമ്മൾ പല കുറി പറഞ്ഞു, അബ് കി ബാർ 400 പാർ. അതിനൊരു 2ാം ഭാഗം ഉണ്ടായിരുന്നു. അബ് കി ബാർ 400 പാർ 80 ബനേഗാ ഇസ്കാ ആധാർ. ഉത്തർപ്രദേശിലെ 80 എവിടെ പോയി? ആ 80 എന്ന് പറയുന്നത് 33-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 33 രാവിലെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതാക്കൾ. മമതാ ബാനർജി അടക്കം മധു ഇന്ന് രാവിലെ വൈകിട്ട് തന്നെ ഡൽഹിയിൽ എത്തുന്നു എന്ന് പറയുന്നു. അതിനപ്പുറത്ത് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും സമീപിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് അതിൽ ഒരുപാട് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് കടന്നു വരുന്നു. വലിയ ലക്ഷ്യങ്ങളോടെയാണ് വൈകിട്ട് ഇന്ത്യ സഖ്യം ഡൽഹിയിൽ സമ്മേളിക്കുന്നത്. ഈ രാജ്യത്ത് കൂടുതൽ സീറ്റുള്ള പാർട്ടികളിൽ DMK കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാർട്ടി TDP ആണ്. അത് പ്രധാനപ്പെട്ട ഈ ഇന്ത്യ മുന്നണിക്ക് തുടക്കം കൊടുത്ത ജനതാദൾ യുണൈറ്റഡിന് 14 സീറ്റ്. ഏറ്റവും BJPയും കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി SP ആണ്. അങ്കിളിൽ ഒരു യൂട്ടേൺ എടുക്കാൻ അരമണിക്കൂർ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിന് ആ ഒരു ഹോംവർക്കിൽ സംഭവിച്ച ചില പോരായ്മകൾ എനിക്ക് തോന്നുന്നു ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയിട്ടില്ല. ആം ആദ്മി അത് പഞ്ചാബിലുമില്ല, ഡൽഹിയിലുമില്ല. ഡൽഹിയിൽ ഞാൻ നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് 7 ഇടത്തും BJP ആണ്. അത് ആ രീതിയിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റം, നരേന്ദ്രമോദി പ്രഭാവം അത് അതേപടി നിൽക്കുന്നു. ഒരു പക്ഷേ ഈ അദ്ദേഹത്തിന്റെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും സാധനങ്ങളും ഒക്കെ അല്ലെങ്കിൽ തിരിച്ചു വന്നു. അതിന്റെ ഇടയ്ക്ക് അവരുടെ രാജ്യസഭാ MPയുമായിട്ട് ബന്ധപ്പെട്ട വിവാദമുണ്ടായി. ഇതൊന്നും അവർ വിചാരിച്ച പോലെ ക്ലിക്ക് ചെയ്തില്ല. പഞ്ചാബിൽ തെക്കും വടക്കുമായി കിഴക്കും പടിഞ്ഞാറുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്രകൾക്ക്, അത്തരം യാത്രകൾ ഇന്ത്യ ചരിത്രത്തിൽ നടത്തിയ നേതാക്കൾക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്കും കിട്ടുന്നു. ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു കേജ്രിവാൾ അടക്കമുള്ള നേതാക്കളെക്കാൾ രാഹുൽ ഗാന്ധി ഒരു ക്രെഡിബിൾ ലീഡറായി ഇന്ത്യൻ ജനതയുടെ മുന്നിൽ കടന്നു വരുന്നു. അത് ഏറെ പ്രധാനമാണ്. പ്രതിപക്ഷത്തെ ഏറെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിന്നിട്ടാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ആനുകാലിക രാഷ്ട്രീയത്തിൽ NDA മുന്നണിക്കെതിരെ അവർ നടത്തുന്ന ഒരു വലിയ ഫൈറ്റാണ്. ഹോംവർക്ക് ഇല്ല, അല്ലെങ്കിൽ തയ്യാറെടുപ്പില്ല, സംഘടനാ ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞ 251 ലീഡ് നിലയുള്ള ഒരു പ്രതിപക്ഷ നിരയോടാണ് എന്നതുകൂടി ശ്രദ്ധിക്കണം. ഇത് നേടിയെടുത്തത് വടകര ഷാഫിയുടെ ലീഡ് 58,126. 58,126 വോട്ടിന് വടകരയിൽ ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുമ്പോൾ മാവേലിക്കരയിൽ 7,069 വോട്ടിന് കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് ചെയ്യുകയാണ്. ഹൈബിയുടെ 1,60,60,869. ഹൈബി സ്വന്തം ഭൂരിപക്ഷം മറികടക്കുന്നതിന് തൊട്ടടുത്തെത്തി
പറഞ്ഞിരിക്കുന്നു. 169 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു 10 കൂടി മതി. ഒരു 9 എടുത്താൽ ഒപ്പത്തിനൊപ്പമായി. ഹൈബി ഈഡൻ മത്സരിച്ചത് സ്വന്തം ഭൂരിപക്ഷത്തോടാണ്. ഹൈബി ഈഡൻ സ്വന്തം ഭൂരിപക്ഷം മറികടക്കാൻ ഒരുങ്ങുന്നു. എം കെ രാഘവൻ സ്വന്തം ഭൂരിപക്ഷം മറികടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു തരംഗമാണ് തൃശ്ശൂരിൽ 61,292 ഭൂരിപക്ഷം ഉയർത്തുകയാണ് സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഹെലികോപ്റ്റർ മാർഗം ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന വാർത്തകൾ കൂടി ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ റൗണ്ടിലേക്ക് സുരേഷ് ഗോപി എത്തിക്കാനുള്ള സകല വഴികളും BJP നോക്കുന്നുണ്ട്. ഇതൊരു ആഘോഷമാക്കി മാറ്റാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വിധിയെഴുത്ത് പൂർണ്ണമാകുമ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ സുരേഷ് ഗോപി ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ നീക്കം. BJP NDA അധികാരത്തിലെത്തിയാൽ സുരേഷ് ഗോപി മന്ത്രിയാകുമോ എന്നുള്ള വാർത്തകൾ ആയേക്കാം. പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് കൂടി വേണം. ഈ പറഞ്ഞ NDA ടാലിയിൽ പറഞ്ഞ NDA ടാലിയിൽ നിന്ന് 16 സീറ്റുള്ള TDP, 14 സീറ്റുള്ള JDU, എത്ര സീറ്റായി? ഒരു സമയത്ത് പ്രതിപക്ഷ ചേരിയുടെ നെടുനായകത്വം വഹിച്ച ചന്ദ്രബാബു നായിഡു ഒരവസരം കിട്ടിയാൽ മറുപണ്ടം ചാടുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷത്തിന്. ഇപ്പൊ നേരത്തെ ഷൈജു പറഞ്ഞില്ലേ, ഇന്ത്യ മുന്നണി നേരത്തെ ഹോംവർക്ക് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇതിനകത്തുള്ള ചില കക്ഷികൾ യഥാർത്ഥത്തിൽ മറ്റൊരു രാഷ്ട്രീയ നിലപാട് എടുത്തിരുന്നുവെങ്കിൽ ജഗൻമോഹന്റെ പാർട്ടി YSRCP, അതുപോലെ തന്നെ നവീൻ പട്നായിക്കിന്റെ പാർട്ടി, അതുപോലെ തന്നെ JDU, അവസാനം മറികണ്ട ചാടിയ JDU, ഇവർ മറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഭരണം ഇന്ത്യ മുന്നണിയുടേതാണ്. 100%. അവിടെയാണ് ആ 3 കക്ഷികൾ, ജഗന്റെ പാർട്ടി, ബിജു ജനതാദള്, അതേപോലെ നിതീഷ് കുമാറിന്റെ JDU. നിതീഷ് കുമാറിന് ഒരു പക്ഷേ പ്രധാനമന്ത്രി. കാരണം ഈ മുന്നണിയിലെ ഏറ്റവും ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി നേതാവ് ഏതായാലും രാഹുൽ ഗാന്ധി കുടുംബം പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇല്ല എന്നൊരു ഡിസിഷൻ എടുക്കുകയും മറ്റൊരാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ നിതീഷ് കുമാർ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വിജയം ഉണ്ടായെങ്കിൽ ആ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും നിതീഷിന്റെ കയ്യിലിരുന്നേനെ. അതാണ് ഇന്ത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിന്റെ കാഹളം ഉയരുമ്പോൾ അതിജീവിക്കേണ്ടി വന്ന ആദ്യത്തെ ചതി, ഏറ്റവും വലിയ അട്ടിമറി. മനസ്സിൽ ഇന്ദിരാഗാന്ധിയെ പ്രതിഷ്ഠിച്ച് നിൽപ്പിലും നടപ്പിലും ഉടുപ്പിലും ചലനത്തിലുമൊക്കെ മുന്നോട്ട് പോകുന്ന മമതാ ബാനർജി ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലെത്തുമ്പോൾ ഒരുപാട് പ്രത്യാശകളുമായിട്ടായിരിക്കും അവർ കടുത്ത രീതിയിൽ BJPയെ, നരേന്ദ്രമോദിയെ ശക്തിയായി പ്രതിരോധിച്ച് മമതാ ബാനർജി കടന്നെത്തുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും ഒരു സ്ഥാനാർത്ഥിയായി തന്നെയായിരിക്കും ബംഗനാട്ടിൽ നിന്ന് മമത കടന്നെത്തുന്നത്. 1,25,638 വോട്ടിനാണ് ഇപ്പോൾ MK രാഘവൻ ലക്ഷം കോഴിക്കോടിന്റെ രാഘവേട്ടൻ. NDA 270 കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ആ മുന്നണി തന്നെ 2 സീറ്റിന് പുറകിൽ നിൽക്കുന്നു. ഇതിൽ BJP 241. ഇന്ത്യ സഖ്യം നയിക്കുന്ന കോൺഗ്രസ് 96 ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം 251 സീറ്റ്. അത് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടി, ഇന്ത്യ സഖ്യത്തിലുള്ള സമാജ്വാദി പാർട്ടി 33 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസ് 31 തൃണമൂൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഇന്ത്യ സഖ്യത്തിലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം DMK 21 ലീഡ് ചെയ്യുന്നു. അതായത് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് 97 ലീഡ് ചെയ്യുമ്പോൾ അവരോടൊപ്പമുള്ള സഖ്യകക്ഷികൾ, അത് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും സമാജ്വാദി പാർട്ടി ആണെങ്കിലും DMK ആണെങ്കിലും വലിയ മുന്നേറ്റം അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന്. ഉത്തർപ്രദേശും ബംഗാളും തമിഴ്നാടും BJPയുടെ കൊടുങ്കാറ്റുകളെ തടഞ്ഞു നിർത്താൻ കരിങ്കല്ല് പോലെ, പാറക്കെട്ട് പോലെ ഉറച്ചു നിൽക്കാൻ ത്രാണിയുണ്ട് എന്ന് തെളിയിച്ച സംസ്ഥാനങ്ങൾ. ഒപ്പം കേരളവും. പക്ഷേ കേരളത്തിൽ താമര വിരിയില്ലെന്ന സങ്കല്പങ്ങളും എല്ലാ തെരഞ്ഞെടുപ്പിലും അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്. 1,65,563 വോട്ടുകൾക്ക് ഹൈബി ഈഡൻ മുന്നിൽ നിൽക്കുകയാണ്. എറണാകുളത്ത് മറ്റൊരു പേരില്ല ഹൈബിക്ക് പകരം എന്ന തുറന്ന പ്രഖ്യാപനം. 1,65,563 വോട്ടുകൾക്ക് എറണാകുളത്ത് ഹൈബി ഈഡൻ.